പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യുടെ വിവാഹത്തിന്റെ കാര്യം ഒടുവിൽ അറിഞ്ഞിരിക്കുകയാണ് അഭിഷേക്. അപ്രതീക്ഷിതമായ ഈ സംഭവം അഭിഷേകിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അഭിഷേകിന്റെ മുന്നിൽ. മാത്രവുമല്ല, രാഹുലുമായുള്ള വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടത്താൻ താൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇഷയെ കാണുന്നതിനായി ശ്രമിക്കുകയാണ് അഭിഷേക്. പക്ഷേ സോഹൻ എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യം അഭിഷേകിനോട് പറയുകയും, നീ എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അതിനുള്ള തിരിച്ചടിയും ഉണ്ടാകുമെന്നും, ഇപ്പോൾ നമ്മൾ ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വെറുതെ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന്, ഞാനിപ്പോൾ ഇടപെട്ടില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനാണ് സാധ്യത എന്ന് വ്യക്തമാക്കുകയാണ് അഭിഷേക്. എനിക്ക് ഇഷ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. മാത്രവുമല്ല, ആ രാഹുൽ ആകട്ടെ, അവൻ ഒരു ഫ്രോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവനെ എതിർക്കുക തന്നെ വേണമെന്നും, എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഈ വിവാഹത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ വിചാരിച്ചതുപോലെ അത്ര നിസ്സാരമായി കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന സോഹൻ, ഇപ്പോൾ റാം മോഹൻ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. മാത്രവുമല്ല, നീ അയാളെ ചതിച്ചു എന്നാണ് അയാൾ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അയാൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് അഭിഷേക്. ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും, എന്തായാലും ഇഷയെ ഒരു തവണ പോയി കാണണം. ആ രാഹുൽ ഒരു ചതിയനാണ് എന്നുള്ള കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ഒടുവിൽ ഞാനിതിനെ സഹായിക്കാമെന്ന് വ്യക്തമാക്കുന്ന സോഹൻ, പക്ഷേ എനിക്ക് കുറച്ച് സമയം അതിനുവേണ്ടി നീ നൽകേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഭിഷേക് ഒടുവിൽ, നീ കാര്യങ്ങൾ വേഗം തന്നെ എനിക്ക് ചെയ്തു തരണം. സമയം വൈകുന്തോറും ഇഷ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ദയവായി എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് നീ തയ്യാറാകണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, അഭിഷേകിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അഭിഷേക്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ നമുക്ക് എതിരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നീ ദയവായി മനസ്സിലാക്കണം. വെറുതെ എടുത്തുചാടി എന്തെങ്കിലും ചെയ്തിട്ട് യാതൊരു ഉപകാരവുമില്ല. ഇതേ തുടർന്ന് സോഹൻ ഇഷയെ കാണുന്നതിനായി പോയിരിക്കുകയാണ്. സോഹന്റെ വരവ് ഇഷയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. പക്ഷേ ഇഷയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് സമയം തരണം ഇഷ. അഭിഷേക് ചെയ്തതിൽ തെറ്റൊക്കെ ഉണ്ട് എന്നും ഞാൻ അവനെ ന്യായീകരിക്കാൻ അല്ല വന്നത് എന്നും വ്യക്തമാക്കുകയാണ് സോഹൻ. ഇത് കേൾക്കുന്ന ഇഷ, ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇത്രയും കാര്യങ്ങൾ ചെയ്തതുപോരെ? ഇഷ, നീ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ എന്താണ് മനസ്സിലാക്കാതെ ഇരിക്കുന്നത്? നീ തന്നെ പറയൂ. പോലീസിന്റെ കയ്യിൽ വരെ തെളിവുകളുണ്ടല്ലോ. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനാണ്? ഇഷ, അവനോടുള്ള ഇപ്പോഴത്തെ ദേഷ്യത്തിൽ നീ എടുത്തു ചാടി രാഹുലിനെ വിവാഹം കഴിക്കരുത്. മാത്രവുമല്ല, ഒരു തവണ അവനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകണം. ഇത് കേൾക്കുന്ന ഇഷ, ഞാൻ ഒരുപാട് തവണ അവനെ ചെന്ന് കണ്ട് ഇതേ കാര്യം ആവശ്യപ്പെട്ടതാണ്. എന്തൊക്കെ ഉണ്ടായാലും എന്നോട് മറച്ചു വെക്കരുത്, എന്നോട് തുറന്നു പറയണം എന്ന്. പക്ഷേ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് അവനാണ്, അല്ലാതെ ഞാനല്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവൻ്റെ വാക്കു കേൾക്കണമോ? നീ തന്നെ പറയൂ. എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഈ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് ഉത്തരമില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്.
പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇഷ തയ്യാറാകണം. ആ രാഹുലിനെ വിവാഹം കഴിക്കരുത്, അയാൾ ഒരു ചതിയനാണ് എന്ന് എന്നോട് അഭിഷേക് പറഞ്ഞു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എനിക്കിനി ആര് പറയുന്നതും കേൾക്കേണ്ട ആവശ്യമില്ല. എൻ്റെ തീരുമാനം എടുക്കാൻ എനിക്ക് കൃത്യമായി അറിയാം. എന്നെ ആരും പഠിപ്പിക്കാനും വരണ്ട. ഇതുവരെ എന്നെ പഠിപ്പിച്ചു തന്നത് വലിയ ഒരു പാഠമാണ്. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഇഷ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ സോഹന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് രാഹുൽ. അഭിഷേകിനെ കാണുന്നതിനായി തിരികെ എത്തുന്ന രാഹുൽ എല്ലാ കാര്യവും അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ അഹങ്കാരം കണ്ടതിനെ തുടർന്ന് അഭിഷേക് ഇഷയെ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ലടാ, അവൾ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും അതൊക്കെ പഴയ കഥ. നീ അവളെ ചതിച്ചു, അതുകൊണ്ട് തന്നെ ഇനി അവൾ എൻ്റേതു മാത്രമായിരിക്കും. അത് ഉറപ്പ് തന്നെയാണ്. റാം മോഹൻ നൽകിയ വാക്കാണ്. മരിച്ചാലും അയാൾ അയാളുടെ വാക്കിൽ നിന്ന് മാറുകയില്ല. പിന്നെ നിന്നെപ്പോലെ ഒരു ചതിയൻ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹം നിഷ്പ്രയാസം നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ എൻ്റെ വിവാഹത്തിന് നിന്നെ വിളിക്കാൻ ഞാൻ വരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് വിവാഹം നടക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അഭിഷേക്. ഇതോടെ ഈ രാഹുൽ ആരാണ് എന്നുള്ള കാര്യം നിനക്ക് കൃത്യമായി അറിയില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ രാഹുലിന്റെ വെല്ലുവിളി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.